ഓർക്കനെ പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളത് ജീവ? എവിടെ ഉള്ളത്? തമിഴ്നാട് സേലം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ സേലത്താണുള്ളതില്ലേ. ഇന്നത്തേക്ക് ഇപ്പൊ എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഇന്നലെ എല്ലാം പാർക്കിലേക്ക് പോവാണ് ഗൈസ്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മള് സേലത്ത് വന്നത് ബാസിക്കാതെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ വേണ്ടിയിട്ടാട്ടോ വന്നത്. നമ്മൾ വന്നത് 29-ാം തീയതി രാത്രി 31-ാം തീയതിയാണ്. വ്ളോഗ് ഇടാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്. അപ്പൊ ഞാനും സീവാപ്പും മാത്രമേ ഇപ്പൊ റൂമിലുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിന്ന് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോ നേരെ ഫുഡ് കഴിച്ചിട്ട് പാർക്കിൽ പോവാണെങ്കിൽ നമ്മൾ സേലം മൊത്തം ചെത്തുണ്ടു. ഇന്നലെ രാത്രി ഫുള്ള് തെണ്ടിക്കണു. വ്ളോഗ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വ്ളോഗ് എടുക്കാന്ന് കേട്ടോ. അപ്പൊ ഷോപ്പിലെ 3 സ്റ്റാഫുകളുണ്ട്. അനസ്, ഫാസിലും സിനാനും അല്ലേ? ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓലെ കൂട്ടിയിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ട് നേരെ പാർക്കിൽ നമ്മളെ റൂമിന്റെ തൊട്ടപ്പുറത്ത് പാർക്ക് ഉണ്ട് കേട്ടോ അല്ല ശിവ? അപ്പൊ നമ്മള് പാർക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. പപ്പ ജയിക്കോ തോക്കോ? ഓക്കെ, തോക്കുന്നാണ് മോള് പറഞ്ഞത്. ഇനി എന്താവും എന്തോ. ശിവ ശിവ പപ്പ ജയിച്ചോ? ഞങ്ങൾ ഒരു റണ്ണിന് സാഹസികമായിട്ട് കൊടുത്തു. ഓ, എന്റെ വാസിക്കാക്കന്റെ മുഖൊക്കെ നോക്ക് മക്കളെ. ഒരു വെയിലത്ത് ഞങ്ങൾ ഇവിടെ ഓർഡർ എടുക്കാന്ന് കേട്ടോ. ഫുഡ് ശിവന് എന്താ ഫുഡ് വേണ്ടിയേ? ബിരിയാണി. ഓക്കെ, ഓക്കെ, ബിരിയാണി മതി. ഓരോടെ എന്തൊക്കെ പറയാം. അത് തരില്ല. നമ്മൾ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഫാസിലെ പറഞ്ഞെടുത്താ തൊണ്ട കെട്ടി ചാവണ്ട. ഇവിടുത്തെ കോമ്പിനേഷൻ ആണ് പൊറാട്ടിയും തൈരും. പക്ഷെ സാധനം ഭയങ്കര ടേസ്റ്റ് കിട്ടോ. നമുക്ക് നാട്ടിൽ തുടങ്ങില്ല അനുസ കൂട്ടോന്ന് അറിയില്ലല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിട്ടോ. പൊറാട്ടി തൈര് നല്ല രസമുണ്ട്. ഫസ്റ്റ് ബൈറ്റിൽ നല്ല ഇംപ്രഷൻ ഉണ്ട്. ശരിയാണ്, പൊറാട്ടി തൈരും ഞങ്ങൾക്ക് കാണിച്ചു. പൊറാട്ടി തൈരും നല്ല രസമുണ്ട്. കഴിച്ചു നോക്കിയോ? നല്ല കോമ്പിനേഷന്. ജീവ കടിക്ക്, മുഖത്ത് കടിക്ക്. അല്ല അവരുന്ന് കടിക്ക. നമ്മളിനി അങ്ങനെ ഒരു പാർക്കിലേക്ക് പോവാണ്. കുട്ടിയുടെ ശിവ, നമ്മൾ എവിടെ പോണു ശിവ? എന്റെ കയ്യിലെന്താ? ഇതൊക്കെ ഇപ്പൊ വാങ്ങി പോവാ. ഈ വെയിലത്ത് നിർത്തിട്ട് എന്തിനാ? നടക്ക്. നടക്കുള്ളതല്ലേ നിങ്ങള്? നമ്മൾ ഇവിടത്തേക്കാണ് പോകുന്നത്. ഫൺ പാർക്കിലെത്തി. ഞങ്ങൾ പാർക്കിൽ പോവാണ്. ഫാഷിന്റെ കുട്ടി അവിടെ ആളുണ്ടല്ലോ. ഇപ്പൊ കാരണം അതിനുള്ളിൽ ഫുള്ള് കയറാം. ആ ക്രിക്കറ്റിന്റെ വാശിയൊക്കെ നമുക്ക് ഈ കാറ് കയറല്ലേ? ജീവാപ്പ് എന്താ നോക്കണേ? ഇതില് പോയാണ്. എനിക്ക് ഇതില് കയറണം. അതാ സ്ക്രീന് കണ്ടടാ. അതേപോലെയാണ്. ഇനി അടുത്തൊരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. ഫസ്റ്റ് ഗെയിം കേട്ടോ. ഇതിന് ഞാൻ 2 ഞാൻ 2 സിനാ 2 ഫാസ്റ്റ് 4 അനസ് 5 ഇനി ലാസ്റ്റ് വാസികാക്ക. അവിടെ എന്റെ മോളെ നോക്കിക്കട്ടാ. അവിടെ നിൽക്കുന്നുണ്ട്. വാസികാക്ക എത്ര ആണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഷോർട്ട് ചിട്ടോ 3 ദിവ പറഞ്ഞു 3 ആണോ എന്താ ആസിയാക്ക അയ്യേ അപ്പൊ അടുത്തതിൽ നമ്മള് ജയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. രണ്ടോ വണ്ടി ഓട്ടെ അല്ല അവിടെ കിടന്ന് 2 കറക്കം ഇറങ്ങിയോ. അതെ പറ്റിച്ചേ. മമ്മ വരണോ? ജീവാനെ കളിക്കാണ് ഗായ്സ്. ഞാനും പോട്ടെ. ആസിയാക്ക ജീവ അപ്പുറത്ത് കൂടെ പോയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒലി. മമ്മ ഇവിടെ മേലെ കയറേ. മമ്മ ഇവിടെ ഉണ്ടേ. പേടിയാ. നിങ്ങൾ ഇതിലൂടെ ഒലിയണം കേട്ടോ. ഇവിടുന്ന് ഒലിയണേ ശിവ. ഇവിടെ ഒലിയാന് ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക്. വേവാ അതിലൂടെ വാ. ഇത് വന്നും കൂടെ കയറിയിട്ട് ഞങ്ങള് വീട് വെക്കുമ്പോ നമ്മൾ ഇതേപോലത്തെ ഒരു സാധനം വെക്കൂല സിവാക്ക് കളിക്കാന്. ഒരു പ്ലേ ഏരിയ ഞങ്ങൾ ഉണ്ടാക്കും അല്ലേ സിവ? ഞങ്ങൾ മമ്മ ബ്ലൂ, സിവ പിങ്ക്. സിവ പിങ്ക് എടുത്താ അതാ പോണ ഗൈസ്. എങ്ങോട്ടാ? എവിടെ? വാ. ഞാൻ കഴിഞ്ഞു. 1 മണിക്കൂറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സിവ അപ്പോൾ ഇതങ്ങനെ നടന്നു പോകണം. ഞാൻ മോളിന്ന് പോയിട്ട് ഇതിലൂടെ ഒലിയും. ഇതാണ് അവളെ ഫേവറേറ്റ്. പോരൂട്ടോ ഗൈസ്. അതെന്റെ കുട്ടി വരുന്നു. എണീച്ചോട് എണീച്ചോട്. വലിയ പോത്തായിട്ട് പോത്തണൊക്കെ. എന്താ
ട്രാഫിക് ഇല്ലാത്ത റോഡ് കിട്ടോ ഫുള്ള് കട്ടറ നോക്കി പോയിട്ടുണ്ടാവും അതിലൊരായി വാസിലേ ആ അന്റെ അടുത്തുള്ള ആള് മാറിട്ടാ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പാർക്കിലൊക്കെ പോയി അല്ല സിവ പാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കല്ലിൽ കളിച്ചു പിന്നെ അപ്പൊ ഞങ്ങൾ ഇനി നേരെ നാട്ടിലേക്ക് പോകണം കേട്ടോ ഓക്കെ ഇനി 6 മണിക്കൂർ നമ്മള് വന്ന സമയം പോണ വയ്ക്കൊരു ചായ കിട്ടണോ ചേട്ടാ ചായ ബിരിയാണി ഞാൻ ഡൗൺ ആയി ഗൈസ് ലാസ്റ്റിലേക്ക് പൊട്ടിയുടെ നെറ്റി പൊട്ടി ചോര വന്നോ ജൂബി അപ്പൊ തന്നെ ഡൗൺ ആയി മീൻസ് ജൂബിക്ക് ബി പി കുറയും ബ്ലഡ് കണ്ട അപ്പൊ ആളുടെ നോർമൽ കോൺഷ്യസ് ഒക്കെ പോകും പോരാത്തിന് അത് കണ്ട വകുപ്പിൽ പുറത്ത് പോയി വാള് വെച്ചോ ഛർദിച്ചൊന്നും പറയല്ലേ പിന്നെ ഞങ്ങൾക്ക് ശേഷം എടുക്കാൻ വേണ്ടി അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ ഇനി ചാടിക്കാൻ കേട്ടോ ഗൈസ് എല്ലാം പറ്റില്ല